ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബർ മാസമാണ്, എല്ലാവരും നല്ല തണുത്ത് മരച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിസംബറിൽ ഈ തണുപ്പത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടി ഒരു അടിപൊളി ഒരു സൂപ്പ് കുടിച്ചാലോ? അതിന് വേണ്ടി നമുക്ക് മഷ്റൂം വേണം. അപ്പോൾ നമുക്ക് മഷ്റൂം സൂപ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മഷ്റൂമിൻ്റെ കൾട്ടിവേഷൻ ഉണ്ട്, കൂൺ കൃഷിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ആദ്യം ഇതാണ് കേട്ടോ ഗായ്സ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കൂണ് കൃഷി. കണ്ടോ, ചെറിയതായിട്ട് പൊട്ടിമുളച്ച് വരുന്നുണ്ട്. പിന്നെ വലുതൊക്കെ നമ്മൾ പറിച്ചെടുക്കും, ബാക്കി ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഏകദേശം ഈ ബെഡിൽ നിന്നുള്ളതൊക്കെ തീരാനായിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ ശുഷ്കിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്നാലും നമ്മളിതിനെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ പരിപാലിക്കും. ഒരു ട്രിപ്പ് ഉണ്ടാക്കുന്ന ബെഡുകളിലെ കൂണുകളെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബെഡുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. നമ്മൾ പപ്പ പുതിയത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ആകുന്നതേ ഉള്ളൂ. കൂണൊക്കെ പൊട്ടിമുളച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെയും സ്റ്റൊമക്കിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്ക് ഇഷ്ടം അനുസരിച്ച് സൂപ്പും കൂണിൻ്റെ പല വിഭവങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് മഷ്റൂം സൂപ്പിന് കുറച്ച് കൂണേ ആവശ്യമുള്ളൂ. നമുക്കത് കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നല്ല സ്ലൈസാക്കി വയ്ക്കാം. ചിപ്പിക്കൂണാണ് കേട്ടോ ഗൈസ്, ഇത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂണാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം വേണ്ടത് ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളീൻ്റെ അല്ലിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെളുത്തുള്ളി സവാളയും ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂമാണ് ആവശ്യം. പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. പിന്നെ നമ്മുടെ മഷ്റൂം നമ്മൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വൃത്തിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. അത്ര ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെക്കുക. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ നമുക്ക് ആവശ്യത്തിന്, അധികമൊന്നും വേണ്ട, നമ്മളൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്, ഒരു സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ഒരു 2-3 സ്പൂണ് കോൺഫ്ലവർ എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള മഷ്റൂം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച പോലെ ചോപ്പ് ചെയ്ത സവാളയും ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും. ഇനി നമുക്ക് കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നെടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാൻ ചൂടായതിന് ശേഷം എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നും വഴട്ടിയെടുക്കാം.
എണ്ണ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് സവോളയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കാം. അത് ഏകദേശം കുറച്ച് വഴറ്റി അത് കുറച്ചൊന്ന് വഴന്നതിന് ശേഷം മാത്രം നമുക്ക് ലാസ്റ്റാണ് നമ്മൾ കൂണിട്ടിട്ട് വഴറ്റുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് നേരം നമുക്ക് ഒരുമിച്ച് ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂണും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി സവോളയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ നമുക്കിനി ഇത് മഷ്റൂമും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറച്ച് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടയായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി ഡൈല്യൂട്ടാക്കി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂണിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ആ വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കണം. ആവശ്യത്തിന് വെള്ളം സൂപ്പിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേണ്ടവർക്ക് ക്രീമും ആഡ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ സൂപ്പ് കണ്ടോ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്, സൂപ്പറാണ്. ഇത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.